നമ്മൾ ആർക്കും അങ്ങനെ അയച്ചു കൊടുക്കാൻ പാടില്ല. ഭയങ്കര അൾട്ടിമേറ്റ് എന്നല്ല, എന്നെ പറ്റുന്ന രീതിയിലാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ദിസ് ഈസ് അശ്വനന്ദ ആൻഡ് യു വാച്ചിങ് മൈ ഡെയിലി വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറൊന്നുമല്ല, ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാൻ പോവാണ്. അപ്പം ഒത്തിരി പേരെൻ്റെ ഡി എമ്മിൽ എനിക്ക് Q&A ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു. ആരും ചോദിച്ചില്ല, ഞാൻ തന്നെ എന്നോട് പറഞ്ഞതാണ്. ആരും ചോദിക്കത്തില്ല, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ചെയ്യാമെന്ന്. ഇന്ന് ഞാൻ കോവിലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, അതാണ് കുറി കിടക്കുന്നത്. ആൻഡ് മൈ ബാക്ക്ഗ്രൗണ്ട് ഇത് ഞാൻ വരച്ചതാണ്. ഞാൻ എത്രയില്ല +1 +2 എന്തോ വരച്ചതാണ്. പകുതിക്ക് വെച്ച് പെയിൻറ് നിന്നുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ഇപ്പോൾ 2-3 വർഷം കഴിഞ്ഞു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ തന്നെ, ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയും. എനിക്ക് തന്നെ തോന്നി ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയാമെന്ന്. പിന്നെ എനിക്ക് 118 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ എൻ്റെ പേര് പറയാം. എൻ്റെ പേര് അശ്വനന്ദ SB എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അശ്വനന്ദ. ചൂസ് ഡെയിലി വ്ളോഗ്സ് എന്ന് ഇടാൻ കാരണം എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഇട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് എൻ്റെ പേരിലോട്ട് ആക്കാമല്ലോ. ജോബല്ല, ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ ആണ്. ഇനിയിപ്പം 4th സെമ്മ് കഴിയാം. നമുക്ക് സെം വൈസ് ആണ്. ഇപ്പോൾ 4th സെമ്മ് കഴിയാറായി. പിന്നെ ഞാൻ പഠിക്കുന്ന കോളേജ്, എനിക്ക് എങ്ങനെ BSc നഴ്സിംഗ് കിട്ടിയത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിടാം. എൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഹോബീസ്. ഞാൻ എല്ലാം ചെയ്യും. ഞാൻ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ഡ്രോയിങ് ചെയ്യും. വായിക്കുന്ന ശീലം കുറവാണ്. ഞാൻ ചെറിയ പാട്ടൊക്കെ എഴുതുമായിരുന്നു. ഇപ്പം അതിനുള്ള കഴിവൊക്കെ പോയി. പിന്നെ എല്ലാം ഭയങ്കര അൾട്ടിമേറ്റ് എന്നല്ല, എന്നെ പറ്റുന്ന രീതിയിലാണ്. എന്നുവെച്ചാൽ ഒത്തിരി ടാലൻറ്റഡ് അല്ല, പക്ഷെ എനിക്കറിയാം എല്ലാം ചെയ്യാൻ. എനിക്കെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. മെയിൻലി എനിക്ക് ക്ലാസിക്കൽ ഡാൻസാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യും. എനിക്ക് പഠിപ്പിച്ചു തന്നാൽ ഞാൻ നല്ല രീതിക്ക് കളിക്കും. പിന്നെ അടുത്തതായിട്ട് എൻ്റെ യൂട്യൂബ് ജേർണീനെ പറ്റിയിട്ടാണ്. എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് വെച്ചാൽ എനിക്കിപ്പം 118 ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് താങ്ക് യു ഓൾ. പിന്നെ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് മെയ്യിലാണ്. പിന്നെ എനിക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതും ഈ നെയിമായിരുന്നു. പക്ഷെ അത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ഇടാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് റീൽസ് ഞാൻ ഇടാറുണ്ട്, ഡാൻസ് അങ്ങനെയൊക്കെ റീൽസ് ചെയ്യാറുണ്ട്. എനിക്ക് റീൽസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് യൂട്യൂബിൽ ഞാൻ മിക്ക ആൾക്കാരുടെ വീഡിയോസും ഞാൻ കാണും. പക്ഷെ എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ അറിയത്തില്ല. പിന്നെ ക്ലാരിറ്റി കുറവ്. പിന്നെന്താ, എനിക്ക് ഇടുന്നത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപയോഗമുള്ളൂ എന്നൊരു കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. അപ്പം എനിക്ക് തോന്നി എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന്. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മറ്റ് യൂട്യൂബേഴ്സിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ അനുകരിക്കുമായിരുന്നു. ഇപ്പം ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ഗൈസ് നമുക്ക് വാട്ട 18 ഡേ ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിൽ വരും. പിന്നെ റെഡി ആവുന്ന സമയത്ത് ഗൈസ് ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ വരും. അതിൽ ഞാൻ ആ സമയത്തൊക്കെ മീഷോന്ന് ഡ്രസ്സ് വാങ്ങി ഇടുന്നത് അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ, എനിക്ക് ഫോളോവേഴ്സൊക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്തു. എൻ്റെ ചാനൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് മുന്നേ ഒരു തോട്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യണമെന്ന്, പക്ഷേ ഒരു സമയമൊക്കെ ഒത്തു വന്നപ്പോൾ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഓൺ വോയിസിൽ സംസാരിക്കുന്നത് കോൺഫിഡൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്താൽ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്തത്. അതെനിക്ക് കുറേ ട്രോളൊക്കെ കിട്ടി. എന്നാലും ഞാൻ വിചാരിച്ചു കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാം. എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം എൻ്റെ ഫാമിലിയിലുള്ളവർക്കൊക്കെയാണ് അയച്ചു കൊടുത്തത്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, പക്ഷെ നമ്മളെ വീഡിയോസ് കാണണം എന്നില്ല. അപ്പം അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പറയാതെ തന്നെ നമ്മളെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
ഇനി ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചാനൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-3 മാസമായി. എനിക്ക് 118 സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ. പിന്നെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇൻകം വന്ന് തുടങ്ങത്തുള്ളൂ യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എനിക്കിതൊന്നും ഈ ക്രൈറ്റീരിയാസ് ഫുൾ ആയിട്ടില്ല. ഇപ്പം നിൽക്കുന്നത് വീട്ടിലാണ്. ഞാൻ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. വീട്ടുകാരായിരുന്നാലും ഫ്രണ്ട്സൊക്കെ ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്നെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും. ബൈ.